ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡാൻസ് ഉണ്ടായാലോ. ചിലർ ഡാൻസുകാരൊന്നുമല്ല കേട്ടോ, അങ്ങ് കർണാടകയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത ഡാൻസേഴ്സാണ്. ആക്ച്വലി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ അവർ ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. താങ്ക് യു ബോയ്സ്, ഇറ്റ് വാസ് സോ ഫൺ ടു വാച്ച് യുവർ ഡാൻസ്. ഹലോ ഗായ്സ്, റിയ ഡാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്നത് ചാർപ്പ വാട്ടർഫോളും വാഴച്ചാൽ വാട്ടർഫോളും. ആക്ച്വലി ഇതൊരു കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ഇട്ടുവെന്ന് മാത്രം. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ റെക്കമെൻഡ് പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോ. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദറ്റ് വീഡിയോ. അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫോൾ എല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി ചാർപ്പ വാട്ടർഫോളും വാഴച്ചാൽ വാട്ടർഫോളും കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് ഏകദേശം അതിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഈ വാഴച്ചാൽ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഇടയിലാണ് ചാർപ്പ വാട്ടർഫോൾ ഉള്ളത്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തെ കൂടി പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു വിവാദത്തിൽ കൂടി ഞാനത് പരാമർശിക്കാം. അത് മറ്റൊന്നുമല്ല, അതിരപ്പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് 163 മെഗാവാട്ട് എന്ന ലക്ഷ്യത്തിലെ വൈദ്യുതി ഉൽപ്പാദനം എന്ന രീതിയിൽ 1990-ൽ KSEB നിർദ്ദേശിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു ഈ അതിരപ്പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ചാലക്കുടി നദിയിൽ ഒരു ചെറിയ അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം തടയുക, എന്നിട്ട് ടണൽ വഴി വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോയി ടർബൻ ചുറ്റി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, പിന്നീട് ഈ വെള്ളം തിരിച്ച് നദിയിലേക്ക് ഒഴുകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി കണ്ടിരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിരപ്പള്ളി വാട്ടർഫോളിൽ നിന്നും 5 കിലോമീറ്റർ മുകളിലോട്ടും വാഴച്ചാലിൽ നിന്ന് 400 മീറ്റർ മുകളിലോട്ടുമായിരുന്നു. എന്നാൽ വനനശീകരണം, വന്യജീവിയുടെ ആവാസ വ്യവസ്ഥ ഭീഷണി, അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യം നഷ്ടപ്പെട്ട് അത് ടൂറിസത്തെ ബാധിക്കുമെന്ന കാരണം കൊണ്ടും ആദിവാസി ജനതകളുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ടും പരിസ്ഥിതി പ്രവർത്തകരും സിനിമാ മേഖലയും ഈ പ്രൊജക്റ്റിനെ എതിർക്കുകയുണ്ടായി. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ദിൽസേ, ഇരുവർ, രാവൺ, പയ്യ, വെള്ളിത്തിര, അനന്തഭദ്രം, ബാഹുബലി, പുഷ്പ, ജയിലർ, ARM, 18-ാം പടി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഈ ലൊക്കേഷൻ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയൊന്നുമല്ല കേട്ടോ. സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാനത് ഫാസ്റ്റ് ആക്കിയെന്നുള്ളൂ മാത്രം. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആനിമൽസിനെ കാണാൻ സാധ്യത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുരങ്ങനെ പോലുള്ള അത് നമ്മൾ കഴിവതും അവരെ ഒന്നും ഫീഡ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമുക്കൊരു അനുഗമ തോന്നിയിട്ടായിരിക്കാം നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതും അവരുടെ ശരീരത്തിന് അത് ദഹിക്കുന്നതാവണമെന്നില്ല. അത് അവർക്ക് പിന്നെ ഒരു ദോഷം ചെയ്യുമായിരിക്കും. അവർക്കുള്ള ഫുഡ് ആ വനത്തിൽ തന്നെ അവർ തന്നെ കണ്ടെത്തിക്കോളും. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ മറ്റോ ഒന്നും നമ്മൾ കഴിവതും അവിടെ ഒന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇൻ കേസ് ഫുഡോ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റും മറ്റും നമ്മുടെ വണ്ടിയിൽ തന്നെ അത് സൂക്ഷിച്ച് വയ്ക്കുക. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം അത് കളയാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ ചാർപ്പ വാട്ടർഫോൾ സ്ഥിതി എന്ന് പറയുന്നത് അതിരപ്പള്ളി വാട്ടർഫോളിനും വാഴച്ചാൽ വാട്ടർഫോളിനും ഇടയിലാണ്. അതുകൊണ്ട് നിങ്ങൾ വാൽപ്പാറ റൂട്ടിലേക്ക് മറ്റും പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റോഡരികിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിന്ന് ഈ വാട്ടർഫോളൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ വന്നത് ഒരു മൺസൂൺ ഡേയ്സിലായതുകൊണ്ട് നല്ലപോലെ വാട്ടർഫോൾ കാണാനും പറ്റി. എന്നാൽ ഞാൻ ചെന്ന ദിവസം മഴയില്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ ആ വാട്ടർഫോൾ ആസ്വദിക്കാനും കാണാനും പറ്റി. 70 ഫീറ്റ് ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ ചാർപ്പ വാട്ടർഫോൾ ഒരു പാറ 2ആയി വിഭജിച്ച് വെള്ളക്കെട്ടുണ്ടായി. അതൊരു പെരുമഴക്കാലത്ത് ഒന്നായി തീരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു വാട്ടർഫോളുള്ളത്.
ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആർച്ച് ബ്രിഡ്ജ്, ഇപ്പോൾ ഈ വാട്ടർഫോളിന് പാരലായിട്ട് പോകുന്ന ഒരു ആർച്ച് ബ്രിഡ്ജ് 2020 മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് തുടർന്നും ഇതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വൺ സൈഡ് നമുക്ക് മുകളിലേക്ക് കയറാവുന്നതാണ്, ഒരു സൈഡ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. പിന്നെ സൈഡ് റെയിൽസും മറ്റുമൊക്കെ ആയതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് വരുന്നില്ല. എന്നാലും സ്റ്റിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 50 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ബ്രിഡ്ജ് ഇൻ കേസ് നിങ്ങൾ റോട്ടിൽ നിന്നാണ് ഈ വാട്ടർഫോളിൽ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചയെ മറച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഈ ബ്രിഡ്ജ് കയറി മുകളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഒരു വാട്ടർഫോളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫോൾ എല്ലാം കണ്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം നമ്മളിനി വാഴച്ചാൽ വാട്ടർഫോളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് കേട്ടോ ഈ വാഴച്ചാൽ വാട്ടർഫോൾസ്. ചാർപ്പയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂര്യൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് കാറിൽ നിന്ന് ആ ലൈറ്റ് അങ്ങനെ ഷെയ്ഡ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് സ്റ്റിൽ വരുമ്പോഴും നമ്മുടെ ഡാൻസേഴ്സ് അവിടെ ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അവരെ തിരിച്ച് വാഴച്ചാൽ പോയപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുകയും നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിനൊക്കെ ചാനൽ നെയിമൊക്കെ അവർ കണക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല, അവരോട് സ്റ്റിൽ കോൺടാക്ട് ചെയ്യാൻ വെച്ചിട്ടില്ല. ഐ ഹോപ്പ് അവർ വീഡിയോസ് കാണുന്നുണ്ടാവായിരിക്കാം. തുടർന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോഡിൻ്റെ വീതി കുറച്ച് നാരോ ആയിക്കൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൂടാതെ മരങ്ങളുടെയൊക്കെ ഡെൻസിറ്റിയൊക്കെ കൂടി നമുക്കൊരു വന്യത ഫീൽ ചെയ്ത് തുടങ്ങും. എന്നാലും ഇതിലെ കൂടെ ഒരു യാത്ര ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. അങ്ങനെ നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ പോയവർക്കറിയാം, എന്നാലും പോകാത്തവർക്ക് വേണ്ടി ഒരു ഇൻഫോർമേഷനാണ്. ഈ സെയിം റൂട്ടാണ് കേട്ടോ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോകുന്ന റൂട്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു വാഴച്ചാലിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുന്ന ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമുക്ക് കേട്ടിട്ടില്ലേ, അതിവിടെ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് മുതലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ അത്യാവശ്യം വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ആ ബൈക്ക് പോകുന്നുണ്ടോ ആ റൂട്ടിലൂടെയാണ് വാൽപ്പാറ മലക്കപ്പാറയ്ക്ക് പോകുന്ന റൂട്ട് കേട്ടോ. ഇത് സെയിം ടിക്കറ്റാണ് കേട്ടോ. അതിരപ്പള്ളിയിലേക്ക് നമ്മൾ പോയ ആ സെയിം ടിക്കറ്റ് തന്നെയാണ്. എൻ്റെ ടിക്കറ്റ് മാത്രമല്ല, എൻ്റെ ഡ്രസ്സ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അതിരപ്പള്ളി വാട്ടർഫോളിൽ വെച്ച്. അപ്പം ഇതാണ് വാഴച്ചാൽ വാട്ടർഫോളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു സ്ഥലത്തും പോകുമ്പോൾ അവിടെ അവർ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവരുടെ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാകും. അത് നമ്മൾ കൃത്യമായിട്ട് വായിക്കുക, അത് മനസ്സിലാക്കുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഷോളയാർ വനപ്രദേശത്തിന് അരികിലെ ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 36 കിലോമീറ്ററും അതിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ അകത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അത്ര തിരക്കുകളൊന്നും വരാറില്ല. അതുതന്നെ അവിടുത്തെ ഒരു പ്രത്യേകത. ശാന്തമായ ഒരിടമാണ്. പിന്നെ ശുദ്ധമായ വായുവും പക്ഷികളുടെ നല്ല കളകളാ ശബ്ദങ്ങളും സമൃദ്ധമായ മഴക്കാടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 തരം വേഴാമ്പലുകളെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അതുകൂടാതെ സിംഹവാലൻ കുരങ്ങ്, നീലഗിരി ലങ്കൂർ ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്ന ഒരു ജീവികളാണ്. വീഡിയോയിൽ ആക്ച്വലി എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല, പക്ഷേ ഞാൻ നീലഗിരി ലങ്കൂറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന കേട്ടോ ഫോറസ്റ്റ് ഓഫീസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തായിട്ട് നമുക്കൊരു
ഹെർബൽ ഗാർഡൻ കാണാവുന്നതാണ്. ആക്ച്വലി അത് ക്ലോസ്ഡ് ആണ്. അത് എപ്പോഴാണ് ക്ലോസ് എന്ന് എനിക്കറിയില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ നേരെ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകൾക്കായിട്ട് പ്രത്യേക കാഴ്ചാവേദികളും ഇരിപ്പിടങ്ങളും ഭക്ഷണ സ്റ്റാളുകളും ശുചിമുറികളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് ഇതൊക്കെ കണ്ടതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു ഉയരത്തിൽ നിന്ന് നേരിട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടമല്ല, മറിച്ച് ഒരു വലിയൊരു പാറക്കെട്ടുകളിലൂടെ വെള്ളം വീണ് പല ഭാഗങ്ങളായി ചിതറിപ്പോകുന്ന തരത്തിലാണ് ഈ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് അതിൻ്റെ വ്യാപകമായ പാറപ്പുറങ്ങളിൽ നിന്ന് കുതിച്ചു ചാടുന്ന വെള്ളത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. പാറകൾ വളരെയധികം ഒലിപ്പുള്ളവയും വെള്ളത്തിന് നല്ല ഒഴുക്കും ശക്തിയും ഉള്ളതുകൊണ്ട് ഈ വാട്ടർഫോളിലേക്കൊന്നും ഇറങ്ങാൻ തന്നെ ആരും തന്നെ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതിരപ്പള്ളിയിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വാഴച്ചാൽ വാട്ടർഫോളിലേക്കും വരിക, ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അതിരപ്പള്ളിയിലേക്കൊന്ന് ഇറങ്ങി പോകാനൊന്നും കഴിയത്തില്ലായിരിക്കും. അപ്പം അവർക്ക് നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റുന്ന സ്പേസ് ആയതുകൊണ്ട് വാഴച്ചാലിലൊക്കെ ആ വാട്ടർഫോളും ഒക്കെ കണ്ട് അവർക്കും ഒരു ആസ്വാദനത്തിലുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൽ മൂന്ന് വാട്ടർഫോളും കണ്ട് തിരിച്ച് നമ്മൾ അതിരപ്പള്ളി റൂട്ടിലൂടെ തിരിച്ച് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നത് ബസ്സിനാണെങ്കിൽ ഇവിടെ മുതലായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ഉള്ള ബസ് കിട്ടുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ ഈ വാട്ടർഫോളെല്ലാം കണ്ട് ക്ഷീണിച്ച് വന്ന സ്ഥിതിക്ക് ഒരു ചായ കോഫിയോ ഫുഡോ എല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മടങ്ങി പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരേക്കും ടേക്ക് കെയർ, ബൈ.